ഹായ് ഹലോ ഡിയേഴ്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ കിടിലൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അർച്ചന സോഷ്യൽ മീഡിയയിലും എല്ലാത്തിലും അർച്ചനയെ പ്രശംസിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും അർച്ചനയുടെ വിജയം ഒരു വലിയൊരു വിജയമായിട്ട് മാറുന്നുണ്ട്. എല്ലാവരും അതിൽ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കൂടാതെ സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ പോരാടാനായിട്ട് നമ്മുടെ അർച്ചന മുൻകൈ എടുത്തതും എല്ലാവരും നല്ലോണം തന്നെ പ്രശംസിക്കുന്നുണ്ട്. വിജയശങ്കറിന് ഒട്ടും ദഹിക്കുന്നില്ല. ചന്ദ്രയ്ക്കാണെന്നുണ്ടെങ്കിൽ അതിലേറെ കലിയാണ്. ഇതെല്ലാം ടി വിയിലും ന്യൂസിലും എല്ലാം വെളിപ്പെടാൻ തുടങ്ങിയതോടുകൂടി വിജയശങ്കറിന് ആകെ ടെൻഷൻ ആവാൻ തുടങ്ങി. ഈ സമയത്ത് തന്നെ ആ മൊബൈലിൽ ഷൂട്ട് ചെയ്ത ആ പയ്യനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും റിമാൻഡ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ആ പയ്യൻ്റെ കയ്യിലുള്ള ഫോൺ നമ്മുടെ അർച്ചനയുടെ കയ്യിലേക്ക് കിട്ടുന്നുണ്ട്. അതിൽ വേറെ വീഡിയോ എന്തൊക്കെയുണ്ടെന്ന് അറിയാനായിട്ട് നമ്മുടെ അർച്ചന വീഡിയോ ഓണാക്കി നോക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ഗീതയെ പീഡിപ്പിച്ച ആ ഒരു പയ്യനെ അതിൻ്റെ വീഡിയോ ആയിട്ട് കാണുന്നത്. അങ്ങനെ അത് ഗീതുവിന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഗീതു, നിനക്ക് ഈ പയ്യനെ അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അത് കണ്ടു ഒരുപാട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അയ്യോ ചേച്ചി, ഇത് തന്നെയാണ്, ഇവൻ തന്നെയാണ് അന്ന് രാത്രി ഉണ്ടായിരുന്നത്. ഇവൻ്റെ കൂടെ വേറെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. ഇവനാണ് അതിന് മുൻകൈ എടുത്ത് എന്നെ ഒരുപാട് ഉപദ്രവിച്ചത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ അർച്ചന രണ്ടും കൽപ്പിച്ച്, എന്നാൽ ഇവനെ പിടികൂടണം, ഇവനെ തന്നെ അന്വേഷിക്കണം, ഇവൻ ആരാണ് എന്ന് ഉടൻ തന്നെ കണ്ടെത്തി ഇവനെ പിടികൂടണം എന്നുള്ള രീതിയിൽ തീരുമാനം എടുക്കുന്നുണ്ട് അർച്ചന. അങ്ങനെ CIA അറിയിച്ച് CIAയും കൂട്ടി ആ അഡ്രസ്സ് തിരക്കി പോകുന്നുണ്ട്. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിജയശങ്കർ ആ പയ്യൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. ആ പയ്യൻ്റെ കേസ് എങ്ങനെയെങ്കിലും ജയിച്ചു കിട്ടണം എന്നുള്ള ആദരവായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ പയ്യൻ്റെ അച്ഛന്. അവരെല്ലാവരും കൂടി കൂട്ടത്തോടു കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. അർച്ചനയുടെ ഈ താൽക്കാലിക വിജയം അത് അവർക്ക് ഒട്ടും ദഹിക്കുന്നില്ല. അത് അവൾ എന്നേക്കാൾ ഉയരാനായിട്ട് നോക്കണം. അത് നിങ്ങൾ പേടിക്കുകയോ ഭയപ്പെടുകയോ ഒന്നും വേണ്ട. അവസാന വിജയം അത് നമ്മൾക്ക് തന്നെയാണ്. ഇത് തോൽക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രഹസനം മാത്രമാണ് അവളുടെ. എൻ്റെ മുന്നിൽ അവൾ ഒട്ടും നിൽക്കാനോ എന്നെ ബാധിച്ചു ജയിക്കാനോ അവൾക്ക് അതിനുള്ള തൻ്റെ ഇടമോ ധൈര്യമോ അതിനുള്ളത്ര നിയമോ ഒന്നും അവൾക്ക് അറിയില്ല എന്നൊക്കെയുള്ള രീതിയിൽ വിജയശങ്കർ ഒരുപാട് പൊങ്ങച്ചം കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർക്കിടയിൽ. ഈ സമയത്താണ് ആ പയ്യനെ അറസ്റ്റ് ചെയ്യാനായിട്ട് CIയും അതുപോലെ തന്നെ അർച്ചനയും ആ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ വന്ന് കോണിമ്പേൽ അടിക്കുന്നുണ്ട്. അങ്ങനെ ആ പയ്യൻ്റെ അച്ഛൻ അത് വാതിൽ പോയി തുറക്കുന്ന സമയത്ത് അർച്ചനയും CIനെയും കാണുന്നുണ്ട്. അങ്ങനെ കണ്ട് നെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ പീഡന കേസിൽ മുഖ്യ പ്രതിയായ നിങ്ങളുടെ പയ്യനെ അറസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അവനൊന്നും ഒട്ടും പ്രതിയല്ല, നിങ്ങളുടെ അന്വേഷണം തെറ്റിയിരിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ അയാൾ വഴക്കിടാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒച്ചയും ബഹളവും കേട്ട് വിജയശങ്കർ ആകെ നെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. ആരാ ഇവിടെ വന്ന് പ്രശ്നമാക്കുന്നത് എന്നുള്ള രീതിയിൽ. അങ്ങനെ അർച്ചനയും CIയും അവിടെ കണ്ടപാടെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് വിജയശങ്കർ. കാരണം ഇവരുടെ അന്വേഷണം ഇതുവരെ എത്തി എന്നൊക്കെയുള്ള രീതിയിൽ അർച്ചനയുടെ ആ ഒരു മിടുക്ക് കണ്ട് അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇവൾക്ക് മുന്നിൽ തോൽവിയോ ജയമോ എന്നുള്ള ആശങ്കയാണ് വിജയശങ്കറിന് ഉടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അർച്ചനയുടെ അന്വേഷിക്കാനുള്ള കഴിവും ആ കേസിൻ്റെ രീതികളും അതുപോലെ തന്നെ അത് കണ്ടെത്താനായിട്ടുള്ള പരിശ്രമങ്ങളും എല്ലാം നമ്മുടെ വിജയശങ്കറിന് ഒരുപാട് നെട്ടലുണ്ടാക്കുന്നുണ്ട്.